നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, അതേപോലെ തന്നെ ആത്മസാക്ഷാത്കാരം, മുക്തി, മോക്ഷം ഇവ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ഒരിക്കലും സമാധാനം, സന്തോഷം, മുക്തി, മോക്ഷം ലഭിക്കില്ല. അതിൽ ആദ്യത്തെ ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ശീലം, സമാധി, പ്രജ്ഞ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ശീലം. ശീലം എന്ന് പറയുന്നത് നമ്മൾ കായികപരമായിട്ടും വാചികപരമായിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ ശരിയാക്കണം. അതായത് നമ്മൾ ഒരു കാരണവശാലും പ്രാണികളെ കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, നുണ പറയരുത്, ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. നിങ്ങൾ ഏത് മതക്കാരനായാലും ഇത് അഭ്യസിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരിക്കലും കടക്കില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സമാധി. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വശപ്പെടുത്തൽ. എന്തുകൊണ്ടാണ് നമ്മൾ ശീലങ്ങൾ തെറ്റിക്കുന്നത്? നമ്മുടെ മനസ്സ് നമ്മുടെ വശത്തല്ലാത്തതുകൊണ്ടാണ്. അതിനാൽ നമ്മൾ സമാധി അല്ലെങ്കിൽ മനസ്സിനെ നമ്മളുടെ വശത്താക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യണം. അത് ധ്യാനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ. ഇത് മാത്രം ഉണ്ടായാൽ പോയതാ. മൂന്നാമത്തത് ഒരു കാര്യം കൂടി ഉണ്ടാവണം. അതിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ആ അറിവ് നമ്മൾക്കുണ്ടാകണം. അതുകൂടാതെ ശരീരത്തിലും മനസ്സിലും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആത്യന്തികമായിട്ടുള്ള സത്യം എന്താണ് എന്നുള്ള ആ അറിവ് നമ്മൾക്കുണ്ടാകണം. അതായത് എല്ലാം അനിത്യമാണ്, എല്ലാം ദുഃഖമാണ്, എല്ലാം നമ്മൾ അനുഭവിക്കുന്ന എല്ലാം അനാത്മകമാണ് എന്നുള്ള അറിവ് നമ്മൾക്കുണ്ടാകണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഏത് മതക്കാരനായാലും ശരി, നമ്മൾക്ക് മുക്തി മോക്ഷം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ശാന്തി സമാധാനം ലഭിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ കൂടിയേ തീരൂ. കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.